നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി തൃശൂർ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ. നവീകരിച്ച തൃശൂർ KSRTC റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റോഡ് നവീകരിച്ചത് 87 ലക്ഷം രൂപ ചെലവഴിച്ചു. കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടർ നെൽകൃഷി ഉണങ്ങുന്നു. കുഴിക്കാണി തോട്ടിലൂടെ ഇറിഗേഷൻ അധികൃതർ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന്റെ കയ്യേറ്റു. കൊല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം 13 പേർക്ക് പരിക്ക്. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. തൃശൂരിൽ ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. കൊല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഗണേഷ് എന്ന ബസ്സാണ് പിടികൂടിയത്. തെരുവുനായ ശല്യമൊഴിയാതെ ചാലക്കുടി. 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പ്രതിഷേധം ശക്തമായതോടെ പ്രതിരോധ നടപടികളുമായി നഗരസഭ രംഗത്ത്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ തൃശൂർ ഒരുങ്ങി. ബുധനാഴ്ച രാവിലെ മുഖ്യമന്ത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തേക്കിലങ്ങാട് മൈതാനിയിലെ പ്രധാന വേദിയായ സൂര്യകാന്തിയിലാണ് ഉദ്ഘാടനം. കലോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ ചൊവ്വാഴ്ച സജീവമാകും. ഉച്ചയ്ക്ക് പാലുകാച്ചൽ ചടങ്ങ് നടക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖ് അറിയിച്ചു. നഗരത്തെ 11 സോണുകളായി തിരിച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 1200ഓളം പോലീസുകാരെ നിയോഗിക്കും. 300-ലധികം വനിതാ പോലീസും ഉണ്ടാകും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും ആരംഭിക്കും. ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 64th സ്കൂൾ കലോത്സവം ബന്ധപ്പെട്ട് നമ്മുടെ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൃശ്ശൂർ സിറ്റി ഒരു മുഴുവൻ സിറ്റി 11 സോണിൽ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ വേദികൾ കവർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ അവിടെ ഹെൽപ്പ് ഡെസ്ക് വെക്കാൻ വേണ്ടി നമ്മുടെ മാൻ പവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 1200 മേളിൽ പോലീസുകാർ ഈ സമയത്ത് തൃശ്ശൂർ സിറ്റിയിൽ ജനങ്ങളുടെ സേവനം വേണ്ടി ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 300 അധികം വിമൻ പോലീസ് ഓഫീസേഴ്സും ഇവിടെ ഉണ്ടാവും. നമ്മുടെ സിറ്റിയിൽ ഹെൽപ്പ് ഡെസ്ക് ഇമ്പോർട്ടൻറ്റ് സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻസ്, ബസ് സ്റ്റാൻഡിൽ 24 hours ഉള്ള ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മോർ ദാൻ 60 പാർക്കിംഗ് സ്പേസസ് പല സ്ഥലത്ത് തൃശ്ശൂർ സിറ്റിയിൽ ടൗൺ പരിധിയിൽ അത് വെച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടുള്ള ട്രാഫിക്കും പാർക്കിങ്ങുള്ള അറേഞ്ച്മെൻറ്റ് എല്ലാ സിറ്റി ഭാഗത്തു നിന്നും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ള പാർക്കിങ്ങുള്ള സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് QR കോഡ് വെച്ചിട്ട് തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി, അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി അത് എല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. കലോത്സവ വേദിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ ചാലക്കുടിയിൽ ആവേശോജ്വലമായ സ്വീകരണം. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വെച്ച് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൌലോസ്, നഗരസഭാ കൌൺസിലർ BJ ജോജി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ PM ബാലകൃഷ്ണൻ, ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഓഫീസർ T ശൈല തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നാണ് 117.5 പവൻ തൂക്കമുള്ള കപ്പ് കലോത്സവ വേദിയിലേക്ക് എത്തിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുവാനുള്ള സ്വർണ്ണക്കപ്പിന് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഹാഷിഖ്, KK രാധാകൃഷ്ണൻ, പ്രസോജ ഹരിദാസ്, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശ്ശൂരിൽ വെച്ച
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിന് മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH നിയാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും അടിത്തട്ടിൽ നടക്കുന്ന മത്സരങ്ങളിൽ വലിയൊരു കലോത്സവം മാറ്റുരയ്ക്കലാണ് നടക്കുന്നത്. നമുക്കിവിടെ ഈ സ്വർണ്ണക്കപ്പ് നമുക്ക് കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്കാണ് കിട്ടിയത്. PTA ഭാരവാഹികളും ജനങ്ങളും ആ സ്വർണ്ണക്കപ്പിനെ സ്വീകരണ പരിപാടിയാണ്. ഏറ്റവും ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് സ്കൂളുകളിൽ മാത്രം വരുന്ന ഈ ഒരു നമ്മളെല്ലാം കൺകുളിർക്കെ വളരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ കവാടത്തിൽ ബാനറുകളുമായി കാത്തുനിന്ന വിദ്യാർത്ഥികളും അധ്യാപകരും പൂക്കൾ വിതറി സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ C ജേക്കബ്, അധ്യാപകൻ സൈജു കുളങ്ങാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വലപ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, AEO അമ്പിളി, KV ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, സ്കൂൾ പ്രിൻസിപ്പൽ സാവിത്രി PS തുടങ്ങിയവർ സംസാരിച്ചു. നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് വരവേൽപ്പ് കേരള സർക്കാരിന്റെ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സ്വീകരണം നൽകി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ചേലക്കരയിൽ സ്വീകരണം നൽകി. SMT ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ സമ്മേളനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VM ബുഷ്റ, നീന സാജൻ, KR സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് മണലൂർ നിയോജക മണ്ഡലത്തിൽ സ്വീകരണം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള.
Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. നവീകരിച്ച തൃശൂർ KSRTC റോഡ് ഇന്ന് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ P.A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ ബിൻഷി അരുൺകുമാർ, കൗൺസിലർമാരായ ഷാജു കുണ്ടോളി, രഘുനാഥ് സി മേനോൻ, ദീപ്തി ജേക്കബ് പുലിക്കോട്ടിൽ, കോർപ്പറേഷൻ സെക്രട്ടറി TP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. KSRTC റോഡിലെ 160 മീറ്റർ ദൂരം 87 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കട്ടവിരിച്ച് നവീകരിച്ചത്. ഈ ഡിവിഷന്റെ പ്രിയങ്കരനായ ശ്രീ ഉബൈദ് അറിയിച്ചിരുന്ന പ്രിയപ്പെട്ട മുഖ്യാതിഥിയായി കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ കൗൺസിലറുമായ റോഡാണ് KSRTC റോഡ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ റോഡിന്റെ അവസ്ഥ കുറച്ച് ശോചനീയമായിരുന്നു. പറപ്പൂക്കര കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി ഉണങ്ങുന്നു. കുഴിക്കാണി തോട്ടിലൂടെ ഇറിഗേഷൻ അധികൃതർ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. കൊളത്തൂർ പാടശേഖരത്തിലേക്ക് വെള്ളമെത്തുന്നത് കുഴിക്കാണിത്തോട്ടിലെ കോണിക്കച്ചിറയിൽ നിന്നാണ്. വേനൽക്കാലമായാൽ ചിറയിലെ ജലനിരപ്പ് താഴുന്നത് പതിവാണ്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലുതുകര കനാലിൽ നിന്ന് കുഴിക്കാണിത്തോട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടാണ് കോണിക്കച്ചിറ അടക്കമുള്ള തടയണകളിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് ഉയർത്താറുള്ളത്. ചിറയിൽ നിന്ന് വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പതിവ് പോലെ കൊളത്തൂർ പാടശേഖരത്തിൽ ഇത്തവണയും കർഷകർ മുണ്ടകൻ വിളയിറക്കി. എന്നാൽ തോട്ടിലൂടെ വെള്ളമെത്താത്തതിനാൽ കോണിക്കച്ചിറ വറ്റി വരളുകയും ജലസേചനത്തിന് വഴിയില്ലാതെ കർഷകർ വലയുകയുമാണ്. കർഷകർക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇപ്പോൾ നമ്മൾ പലഘട്ടം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു. അവർ പറയുന്നത് 21 ദിവസം കൂടുമ്പോഴാണ് ഒരു ടേൺ. 21 ദിവസം കൂടുമ്പോൾ വെള്ളം വരുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് ആവശ്യമായ ജലം ഈ തോട് വഴി ബ്ലാച്ചിറയിൽ ചാടി ഈ കോണിക്കച്ചിറയിലെത്തുന്നത് അസാധ്യമാണ്. 11-ാം തീയതി വീണ്ടും അവർ വെള്ളം വിടാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബ്ലാച്ചിറ വഴി വെള്ളം വന്ന് തോട്ടിൽ പോലും ചാടാത്തൊരവസ്ഥയിൽ വെള്ളം നിൽക്കുക. ചാലക്കുടി പുഴയിലെ പെരിങ്ങൽകുത്ത് ഷോളയാർ ഡാമുകളിൽ നിന്നുള്ള വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതിനാൽ വന്നിട്ടുള്ള നിയന്ത്രണമാണ് ജലസേചന കനാലുകളിലൂടെ വേണ്ടത്ര വെള്ളം എത്താതിരിക്കുന്നതിനുള്ള കാരണമായി പറയുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കൊളത്തൂർ കർഷക സമിതി ഭാരവാഹികളും ഇറിഗേഷൻ അധികൃതരെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് കാണിച്ച് ഞങ്ങൾ രണ്ട് MLA-മാർക്കും KK രാമേന്ദ്രൻ അവർക്കും അതുപോലെ തന്നെ സനീഷ് കുമാർ അവർക്കും എല്ലാം ഞങ്ങൾ നേരിട്ടും ഫോൺ മുഖാന്തരമെല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം കഴിയാവുന്ന രീതിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ചില വെള്ളം കൂടുതൽ സമയം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ശുഭ പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഒരാഴ്ചക്കകം തോട്ടിലൂടെ വെള്ളം തുറന്നുവിട്ട് കോണിക്കച്ചിറയിൽ ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നെൽകൃഷി കരിഞ്ഞു പോകുന്നതിനും മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനും ഇടയാക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. TCV കൊടകര. ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് ഗുരുതര പരിക്ക്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. റെയിൽവേ സ്റ്റേഷൻ പോയിന്റ്മാൻ രാഹുൽ എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ട യുവാവിനെ കണ്ടത്. ഏകദേശം 30 വയസ്സ് തോന്നുന്ന ഇയാളുടെ ഇടത് കൈ അറ്റുപോയിട്ടുണ്ട്. തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റ ഇയാളെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു.
ഒല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം 13 പേർക്ക് പരിക്ക്. ആന്ധ്രയിൽ നിന്ന് ശബരിമലയിലേക്ക് പോയിരുന്ന അയ്യപ്പ തീർത്ഥാടകരായ 6 പേർക്കും കാറിൽ സഞ്ചരിച്ചിരുന്ന 2 കുട്ടികളടക്കം 7 പേർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ശബരിമലയ്ക്ക് പോയിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാൻ തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാൻ മറിഞ്ഞു. യാത്രക്കാരും ഒല്ലൂർ പോലീസും രക്ഷാപ്രവർത്തനം നടത്തി. മുള്ളൂർക്കരയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് തിരുവഞ്ചിക്കുളം അമ്പലത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ട്രാവലറും എറണാകുളം ഭാഗത്തുനിന്ന് ചെർപ്പളശ്ശേരിക്ക് പോകുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ്സിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർ ചളിങ്ങാട് സ്വദേശി ജമാലിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാളമുറി തെക്ക് ഭാഗത്ത് ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 3 പീടിക ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോയിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയായിരുന്നു. ഫിറ്റ്നസ് ഇല്ലാതെ ഒല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ഗണേഷ് എന്ന ബസ്സാണ് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവും സംഘവും നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ഇവരിൽ നിന്ന് 15,250 രൂപ പിഴ ഈടാക്കി. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. തിങ്കളാഴ്ച 5 പേർക്ക് നായയുടെ കടിയേറ്റു. ഇതോടെ 3 ദിവസത്തിനുള്ളിൽ ചാലക്കുടി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി തെരുവുനായ്ക്കൾ ആക്രമിച്ചവരുടെ എണ്ണം 16ആയി. സൗത്ത് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് 5 പേരെ നായ കടിച്ചത്. മലപ്പുറം സ്വദേശി അജ്മൽ, അതിഥി തൊഴിലാളികളായ ജാഫർ, പെരിയസ്വാമി, കോഴിക്കോട് സ്വദേശി അരുൺ, ചാലക്കുടി സ്വദേശി തിലകൻ എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പ്രതിഷേധം ശക്തമായതോടെ പ്രതിരോധ നടപടികളുമായി നഗരസഭ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നഗരസഭ ഏർപ്പെടുത്തിയ ഡോഗ് ക്യാച്ച് സംഘം 5 നായകളെ പിടികൂടിയിട്ടുണ്ട്. പാലക്കാട് നിന്നും എത്തിയ ഡോഗ് സ്ക്വാഡ് 2 ദിവസം നഗരത്തിൽ ക്യാമ്പ് ചെയ്ത് അക്രമാസക്തരായ നായകളെ പിടികൂടും. വർക്കിൽ വരുന്ന സമയത്താണ് പട്ടി ഓടി വന്ന് പിന്നീടാണ് കടിച്ചു ഓടി. നമ്മുടെ സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡ് വെച്ചിട്ടാണ് തുടരെ പിന്നീടാണ് പാന്റ് കൂട്ടിയാണ് കടിച്ചത്. അല്ലെങ്കിൽ ഇത്തിരി മുറിവ് ഓടി പോയാനെ. ബസ് സ്റ്റാൻഡിൽ വെച്ചാ ചാലക്കുടി ബസ് സ്റ്റാൻഡ്. അത് നാടൻ പട്ടി റോഡുമ്മ കറങ്ങുന്ന പട്ടിയില്ലേ, നാട്ടിലോട്ട് പോവുകയായിരുന്നു. പോകുന്ന വഴിക്കാണ് മൂവാറ്റൊന്ന് ഡയറക്റ്റ് ബസ് കിട്ടാത്തതുകൊണ്ട് ചാലക്കുടി KSRTC ഇറങ്ങി. അങ്ങനെ ബാത്റൂം വേണ്ടിയിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവിടെ വന്നു. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം നടന്നു പോകുമ്പോഴാണ് ബാക്കിൽ നിന്ന് പട്ടി ഒന്ന് കടിച്ചത്. വെള്ള നിറത്തിലുള്ള പട്ടി ഒന്ന് കടിച്ചത്. വേറെ 1-2 പേര് കടിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരാണ് പറഞ്ഞു കേട്ടത്. ഞാൻ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബസ് സ്റ്റാൻഡ് വെച്ചിട്ട് പട്ടി കടിച്ചതാ. ഞാൻ ഒന്ന് ഓടി ഒരു ചേച്ചിന്റെ കടയിൽ പോയി. അപ്പൊ ചേച്ചി പറഞ്ഞു, ചേച്ചി പട്ടി കടിച്ചെന്ന്. അപ്പൊ ചേച്ചി പിന്നെ ഇവിടെ ഒരു ബാത്റൂമിൽ പോയി. ചാലക്കുടിയിൽ 3 ദിവസക്കാലമായിട്ട് തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായ രീതിയിൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആകെ തന്നെ ആശങ്കയിലടുത്താണ്. കഴിഞ്ഞ ശനിയാഴ്ച 3 പേരെയാണ് മാർക്കറ്റിനകത്ത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ആളുകളെ തെരുവ് നായ ഓടിച്ചിട്ട് കടിച്ചത്. ഇന്നലെ ഞായറാഴ്ച, ഇന്നലെയും ഇതുപോലെ സമാന സംഭവം ഉണ്ടായി. 3 പേരെ പട്ടി കടിച്ചു. ഇന്നിപ്പോൾ 4 പേരെയാണ് തെരുവ് നായ്ക്കൾ അതിരൂക്ഷമായ രീതിയിൽ കടിച്ചിട്ടുള്ളത്. അതിനകത്ത് ബന്ധപ്പെട്ട ചാലക്കുടി നഗരസഭ ഭരണാധികാരികൾ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശബരിമലയിൽ നടന്നത് ആകസ്മികമായ കൊള്ളയല്ല, ആസൂത്രിതമായ കവർച്ചയാണെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. സനാതനധർമ്മം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊള്ള നടത്തുന്നത്. കാവൽക്കാർ തന്നെ കള്ളന്മാരാകുന്ന ദുരവസ്ഥയാണ് ക്ഷേത്രങ്ങളിലുള്ളതെന്നും ശശികല പറഞ്ഞു. സർക്കാർ ക്ഷേത്രം വിട്ടുപോവുക, ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദി തൃശൂരിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ധർണയിൽ സംഘടനാ താലൂക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് B മുരളീധരൻ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സജിത് നമ്പൂതിരി, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ, ട്രഷറർ ഗിരിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിശ്വാസമുള്ളവരെ ജീവികളായൊക്കെ ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്ത LDF പഞ്ചായത്ത് അംഗം രാജിവെച്ചു.
16-ാം വാർഡ് അംഗം CPM പ്രതിനിധിയായ രാമചന്ദ്രനാണ് രാജിവെച്ചത്. രാമചന്ദ്രൻ കോൺഗ്രസ് പ്രതിനിധിക്ക് വോട്ട് ചെയ്തതോടെ പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടപ്പെട്ടിരുന്നു. അശ്രദ്ധ മൂലമാണ് വോട്ട് മാറി ചെയ്തതെന്നാണ് രാമചന്ദ്രൻ പാർട്ടിക്ക് നൽകിയ വിശദീകരണം. സംഭവത്തിൽ ഇദ്ദേഹത്തെ CPM സസ്പെൻഡ് ചെയ്തിരുന്നു. വിപ്പ് ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത ഉറപ്പാകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് രാമചന്ദ്രൻ രാജിവെച്ചത്. എടവിലങ്ങ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സുജിത് സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിനീത രമേശ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ KA അഫ്സാദ് എന്നിവരാണ് ചെയർപേഴ്സൺമാർ. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. നാഗക്കാവിലെയും രക്ഷസ്തറയിലെയും 4 നിലവിളക്കുകൾ മോഷണം പോയി. ഒരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തിട്ടുണ്ട്. നിത്യവും വൈകിട്ട് ഭണ്ഡാരം തുറക്കുന്നതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല. ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ക്ഷേത്രം മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണവിവരം അറിയുന്നത്. ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ഉണ്ണീരി ഹാളിന് സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണശ്രമം. പോലീസ് എത്തിയതോടെ മോഷ്ടാക്കൾ ശ്രമം ഉപേക്ഷിച്ചു കടന്നുകളഞ്ഞു. മോഷ്ടാക്കളുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കിഴക്കൂട്ട് ഷമീറിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീട്ടിലെ CCTV ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ വർഷം നവംബറിൽ ഷമീറിന്റെ വീട്ടിൽ മോഷണം നടന്നിരുന്നു. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. തൃക്കൂർ മതിക്കുന്ന് ഫ്ളാറ്റ് റോഡിൽ കോട്ടായി ഇടതുകര കനാലിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് 200 ലിറ്റർ വാഷ് എക്സൈസ് സംഘം പിടികൂടി. പ്ലാസ്റ്റിക് പീപ്പയിൽ സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെത്തിയത്. ഉത്സവ സീസണിൽ ചാരായം മാറ്റുന്നതിനാണ് വാഷ് സൂക്ഷിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്. ചിറമനേങ്ങാട് സ്വദേശി റാഷിദയ്ക്ക് വേൾഡ് വൈൽഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചു. ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ KM റാഷിദയുടെ മേഖലയിലെ സേവനം കണക്കിലെടുത്താണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സാമൂഹിക സേവന രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ നടന്ന ചടങ്ങിൽ അംഗീകാരം കൈമാറി. ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തോടെ കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. മുത്തുകുടകളുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ അണിനിരന്നു. നേരത്തെ നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോയൽ പുല്ലേലി കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിനോയ് തെറ്റയിൽ വചന സന്ദേശം നൽകി.
മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പോൾ ആലപ്പാട്ട്, ഫാദർ ഷിജോ കുത്തൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഫാദർ ജോൺസൺ അന്തിക്കാട്ട് തിരുനാൾ സന്ദേശം നൽകി. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോജോ എടത്തിരുത്തി, ജനറൽ കൺവീനർ നിക്സൺ ആലപ്പാട്ട്, രാജൻ കാട്ടുകുടിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരിയിൽ നടന്നു വന്നിരുന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം മഞ്ജു വാര്യർ മുഖ്യാതിഥിയായിരുന്നു. മികച്ച രീതിയിൽ മേള സംഘടിപ്പിച്ച സംഘാടക സമിതിക്കുള്ള പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു. മുഖ്യമന്ത്രിയുടെ ഇന്ന് ഒരു ഗ്രാമീണ ഭംഗിയുടെ ഒരു ഉൾത്തുടിപ്പൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നാടുകൾ, ആ നാടുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ തൃത്താല അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. എനിക്ക് ഈ ഭാഗത്തേക്ക് വരാനും ഈ നാട് കാണാനും പല അവസരങ്ങളിൽ ഈ നാട്ടിൽ കൂടിയൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ക്ലീൻ ഒളരി എന്ന ആശയം മുൻനിർത്തി ഒളരിയിലെ പ്രധാന ജലസ്രോതസ്സായ പറക്കുളം ശുദ്ധീകരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഡിവിഷൻ കൗൺസിലർ സാജൻ വി ജോർജ് നേതൃത്വം നൽകി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥൻ ബാബു ലൂയിസ്, മുൻ ഡിവിഷൻ കൗൺസിലർ ശ്രീലാൽ ശ്രീധർ, കാര്യാട്ടുകര കൗൺസിലർ K. സുമേഷ് എന്നിവർ പങ്കെടുത്തു. ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ ആനയെന്ന റെക്കോർഡിനുടമയായ ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രശസ്ത കൊമ്പൻ നന്ദൻ പാദരോഗത്തിന്റെ പിടിയിൽ. ഗജവീരന്റെ 2 മുൻകാലുകളിലാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ തുടരുകയാണ്. ഡിസംബർ പകുതിയോടെയാണ് നന്ദനെ നീരുകാലം കഴിഞ്ഞ് അഴിച്ചത്. എന്നാൽ നീരിൽ തളയ്ക്കുന്നതിന് മുൻപ് പാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ഇതേ തുടർന്ന് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷമാണ് മദപ്പാടിൽ തളച്ചിരുന്നത്. ഇപ്പോൾ നീരൊഴിഞ്ഞ് പുറത്തിറക്കിയ നന്ദനെ ഡോക്ടർമാർ ദിവസവും പരിശോധിക്കുന്നുണ്ട്. വിദഗ്ധ ചികിത്സയെ തുടർന്ന് വലത് മുൻകാലിലെ അസുഖത്തിന് കാര്യമായ ശമനം വന്നിട്ടുണ്ടെങ്കിലും ഇടതുകാലിലെ രോഗം പൂർണ്ണമായി ഭേദമായിട്ടില്ല. വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിന്റെ 70ാം വാർഷികത്തിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി മുരളീധരൻ അധ്യക്ഷനായി. CF ജോൺ ജോഫി, MN വിനയകുമാർ, AN സോമനാഥൻ, ഡോക്ടർ BK വിജയൻ, KV അഷ്ന എന്നിവർ സംസാരിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ദീർഘകാലം ചരിത്രമുള്ള അതുല്യനായ കമ്മ്യൂണിസ്റ്റ് നമ്മുടെ നാടെമ്പാടും സാമൂഹ്യ വിമോചനത്തിന് ആദ്യം നിലവിലിരുന്നത്. ഈ ദ്രാവിഡ സംസ്കൃതിയിലെ ആദ്യത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാകാത്ത KSTP കാനയിൽ വീണ് വയോധികന് ഗുരുതര പരിക്ക്. ഞായറാഴ്ച രാത്രി ഇരിങ്ങാലക്കുട ദനഹ തിരുനാൾ വെടിക്കെട്ടിന് ശേഷമാണ് അപകടം. ഗാന്ധിഗ്രാം സ്വദേശി കണ്ടംചേരത്ത് സുകുമാരമേനോനാണ് പരിക്കേറ്റത്. ഇയാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള കലാ സാംസ്കാരിക വേദിയുടെ 6ാമത് വാർഷികാഘോഷം തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സിനിമാ നിർമ്മാതാവ് KP മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വേദിയുടെ ചെയർമാനും ചലച്ചിത്ര നടനുമായ ലിഷോയ് അധ്യക്ഷത വഹിച്ചു. നടൻ നന്ദകിഷോർ, അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ, രാജൻ വേളക്കാട്ട്, സുനിൽ വൈശാഖം, അഷ്റഫ് അമ്പയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പുരസ്കാര ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മേലുപ്പാടം പൗണ്ട് സെന്ററിൽ പാതയോരത്ത് അപകട ഭീഷണിയായി കൂട്ടിയിട്ടിരിക്കുന്ന മരത്തടികൾ നീക്കം ചെയ്തു. കിഫ്ബി ഏറ്റെടുത്ത വരന്തരപ്പള്ളി പാലപ്പള്ളി റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് പാതയോരത്തെ കൂറ്റൻ മല്ലിമരം മുറിച്ചത്. പിന്നീട് ഈ മരത്തടികൾ ലേലം ചെയ്യാതെ പാതയോരത്ത് കൂട്ടിയിടുകയായിരുന്നു. പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കിഫ്ബി അധികൃതർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് തടികൾ നീക്കം ചെയ്തത്.
ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,030 രൂപ, പവന് 1,04,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി തൃശൂർ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ. നവീകരിച്ച തൃശൂർ KSRTC റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റോഡ് നവീകരിച്ചത് 87 ലക്ഷം രൂപ ചെലവഴിച്ചു. കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടർ നെൽകൃഷി ഉണങ്ങുന്നു. കുഴിക്കാണി തോട്ടിലൂടെ ഇറിഗേഷൻ അധികൃതർ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന്റെ കയ്യേറ്റു. കൊല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം 13 പേർക്ക് പരിക്ക്. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. തൃശൂരിൽ ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. കൊല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഗണേഷ് എന്ന ബസ്സാണ് പിടികൂടിയത്. തെരുവുനായ ശല്യമൊഴിയാതെ ചാലക്കുടി. 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പ്രതിഷേധം ശക്തമായതോടെ പ്രതിരോധ നടപടികളുമായി നഗരസഭ രംഗത്ത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.